കേരളം ഈ ഭൂപടത്തിൽ നിന്ന് മായാൻ പോവുകയാണ്. അതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. മുല്ലപ്പെരിയാർ ഡാം ഇത് നിർമ്മിച്ചാൽ 50 വർഷം കാലാവധി പറഞ്ഞിട്ടും ഇപ്പോൾ 126 വർഷം കഴിയുകയാണ്. ഇപ്പോഴും ഡീകമ്മീഷൻ ചെയ്യാതെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ആപത്തായി ഇതാ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു. ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതെ ഇതിന്റെ ഇടയിൽ കിടന്ന് പൊളിറ്റിക്കൽ ഗെയിംസ് കളിക്കുന്ന രാഷ്ട്രീയക്കാരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രളയ സമയത്ത് സഹായിക്കാൻ വേണ്ടി കൈകോർത്ത കൈകളെല്ലാം ഒന്നോടെ ഒന്നിക്കും. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് വന്ന് പറയുമല്ലോ ഈ ഡാം സേഫാണ്, ഈ ഡാമിൽ ഒരു കുഴപ്പമില്ലെന്ന്. എന്നാൽ ഈ സേഫായ ഡാമാണെങ്കിൽ സാധാ ജനങ്ങളെയോ മീഡിയാസിനെയോ ആരെയും എന്താണ് കയറ്റിവിടാത്തത്? ഇതിന്റെ ഫോട്ടോസോ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആരെന്താ കാണിക്കാത്തത്? രാജാക്കന്മാരെ പോലെ പാവങ്ങളുടെ ജീവന് പട്ടിയുടെ വില പോലും നൽകാത്ത ഈ നാടിനെ നമുക്കൊന്നേ പറയാനുള്ളൂ. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയ കേരളത്തെ മാത്രമല്ല ബാധിക്കുന്നത്, തമിഴ്നാടിനെ ബാധിക്കും. കേരളം മുങ്ങി മരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ കൃഷികളെല്ലാം വെള്ളം കിട്ടാതെ നശിക്കുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ ഡാമിന്റെ പേര് പറഞ്ഞ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രാഷ്ട്രീയ